തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ എം വി ഗോവിന്ദൻ. തന്ത്രിയൊക്കെ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്നയാളെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു. പോറ്റിയെ കയറ്റിയത് കെ സി വേണുഗോപാൽ എന്നായപ്പോൾ മാധ്യമങ്ങളും കോൺഗ്രസും മൗനം പാലിച്ചെന്നും അദ്ദേഹം വിമർശിച്ചു. പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയെ കയറ്റിയത് ആരപ്പ നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? നിങ്ങളാരാ ഉത്തരം നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്നും. ആരാ? കെ സി വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല. ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, യുദ്ധമില്ല. അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും ബി ജെ പി സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ഇടി വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല. എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്, സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്ത്. ശബരിമല വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതിന് ജനം ചുട്ട മറുപടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകളെ സംബന്ധിച്ച് ഹൈക്കോടതി സൂചന നൽകിയിട്ടും SIT അനങ്ങിയില്ലെന്ന് വിമർശിച്ച ചെന്നിത്തല CPM നോമിനിയായിരുന്ന PS പ്രശാന്ത് ഗുരുതരമായ തെറ്റ് ചെയ്തെന്നും കുറ്റപ്പെടുത്തി. CPM-ന്റെ നോമിനിയായിരുന്ന PS പ്രശാന്ത് ഈ കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു കൊണ്ട് പ്രശാന്ത് നടത്തിയ ഗുരുതരമായ തെറ്റുകൾ, ബോർഡ് എടുത്ത തീരുമാനങ്ങൾ, ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തെ 2 തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിൻ്റെ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക്, ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.